ആരായിരുന്നു? മനസ്സിലായില്ല, ആരായിരുന്നു? മൂത്തോളായിരുന്നേ. ഉപ്പ ഏറ്റവും വലിയ സ്വത്താന്നും പറഞ്ഞ് വളർത്തിയതായിരുന്നേ. കുറെ കാലം അവർക്ക് കുട്ടികളില്ലായിരുന്നു രണ്ടുപേർക്കും. ഒരുപാട് ദുആയിരുന്നു. നിസ്കാരപ്പായല് കണ്ണീരിന്റെ നനവ് കൂടിയപ്പോ പടച്ചം കൊടുത്ത ആദ്യത്തെ കൺമണിയാന്ന് പറഞ്ഞാൽ കൊണ്ടുനടന്നേ. എന്നും അവർക്ക് ശേഷം തന്നെ ഞാനും എന്റെ കുഞ്ഞിപ്പെങ്ങൾ ഇവരും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. ഒരു ദിവസം അവളൊന്ന് ഉപ്പാനോട് പറഞ്ഞ് അവക്കൊരാളെ ഇഷ്ടമാണ്. ഉപ്പ മറത്തൊന്നും പറഞ്ഞില്ല. എന്റെ ഏറെ ഇഷ്ടമല്ലേ, അത് നടക്കട്ടെ എന്ന് പറഞ്ഞു. മതമോ ജാതിയോ ഒന്നും ഉപ്പ ചോദിച്ചിട്ടില്ല. മോളെ നല്ല ഭാവി ഓർത്ത ഉപ്പ വരാൻ പോകുന്ന മരുമനെ പറ്റി അന്വേഷിച്ചു. പുറത്തുനിന്ന് അറിഞ്ഞ കാര്യമായിട്ട് ഉപ്പ പെരയിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ ഹൈറുവേ, അത് നമുക്ക് വേണ്ടാന്ന്. മതത്തിനപ്പുറം അവന് തീവ്രമായ മറ്റെന്തോ ഉണ്ടെന്ന്. അവള് കേട്ടില്ല. ഒരു ദിവസം സുബഹി നിസ്കരിക്കാനായിട്ട് എഴുന്നേറ്റപ്പോഴേ ഓള മുറിയിൽ ഒരു കത്ത്. ഞാൻ പോവാണ്, എന്നെ അന്വേഷിക്കണ്ട. അവളെ പറ്റിയുന്നവർക്ക് പറ്റും അന്വേഷിക്കുന്നില്ല, അവളെ പോറ്റിയവർക്ക് പറ്റൂല. ഓടി ഉപ്പായി നമ്മൾ ഒരുപാട് ഓടി 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 തളർന്ന് ഞാൻ മനുഷ്യനെ ഇപ്പുറത്ത് വന്നിരുന്നപ്പോഴേ കാവുങ്കലിലെ ജലാല് സാഹിബ് എന്ന് പറയാണ്. ഓളും കെട്ടിയരും കൂടെ ISC ചേർന്നത്. ആ മനുഷ്യൻ ഈ ഉമ്മറത്തിൽ നിന്നിരിക്കാൻ ഒരുപാട് സമയമെടുത്തു. പള്ളിവാങ്കപ്പെടണ പോലെ അതേ കരമുഴും പറഞ്ഞു. മോള് ISC തീവ്രവാദം സ്ഥാപിച്ചു. ആദ്യമേ പള്ളിക്കാര് ഇറങ്ങി, പിന്നെ ഊരാണ്. കച്ചവടം കൂട്ടി പാപ്പച്ചി പെരക്കകത്ത് കയറിയിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. ഒരു ദിവസം ഞാൻ ടൗണിൽ പോയിട്ട് വന്നപ്പോഴേ ഊളുമുറിക്ക് അകത്ത് കിടക്കുകയാണ് 3 പേരും കൂടെ. പറമ്പിൽ തളിക്കാൻ വെച്ചിരുന്ന മരുന്നെടുത്ത് കഴിച്ചിട്ട് ചീഫിനും ആ മുറി വിട്ട് പുറത്തു വന്നിട്ടില്ല. പക്ഷെ എന്റെ വാപ്പച്ചി ആശുപത്രിയിൽ വരാത്തവരുണ്ടായിരുന്നു. 3 പേരെ മയ്യോ കൊണ്ട് പള്ളിക്കാരൻ മുന്നേ ഒരുപാട് യാചിച്ചിട്ടുണ്ട് ഞാൻ ആ പറമ്പിൽ നടക്കാൻ. ആരും സംഭവിച്ചില്ല. ഒരു മതക്കാരും കൂടെ ഇല്ല. ഇതിന്റെ പിന്നിപ്പോയി നോക്കിയാൽ കാണാം. ഒരുപാട് പടച്ചവനെ വിളിച്ച 5 നേരം മുടങ്ങാതെ നിസ്കരിച്ചൊരു മുസൽമാന്റെ മയ്യത്ത് കിടക്കുന്നത്. നിങ്ങളിങ്ങോട്ട് വരണ്ട. ആരെങ്കിലും കാണാറുണ്ടെങ്കിൽ അവിടെ പോയി കണ്ടേച്ച് തിരിച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരും തിരിച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരും അറിയില്ലായിരുന്നു. നേർന്നടിച്ച് പറിച്ചു വിടുന്നത് ഒരു ചതിക്കുഴിയിലേക്കാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾ പലവട്ടം പറഞ്ഞതാ പോണ്ടാന്ന്. കേട്ടില്ല, കേൾക്കാൻ കൂട്ടാക്കിയില്ല. നിങ്ങളൊക്കെ സ്നേഹം ഇപ്പൊ മറന്നെന്ന് എനിക്കറിയില്ല. റഫീഖ് തന്ന സ്നേഹത്തിന് കൈപ്പേറെ ഉണ്ടെന്ന് അഫ്ഗാനിസ്ഥാൻ എത്തുന്നവരെ എനിക്കറിയില്ലായിരുന്നു. 5 നാടിനെതിരെ യുദ്ധം ചെയ്യും, സഹോദരങ്ങളെ പോലെ കണ്ടവരെ കൊല്ലണം. ആ നാട് എനിക്ക് പുതിയതായിരുന്നു. ഇപ്പൊ 4 മാസമായി. ഈ കുഞ്ഞിന്റെ വാപ്പയുടെ സ്ഥാനം ആർക്ക് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ക്യാമ്പിൽ വെച്ച് വളരെ മുന്നിൽ യാത്രയുടെ ശരീരം മരിച്ചു കിടന്നിട്ടുണ്ട്. ഇപ്പൊ ഇനിയൊരു ജന്മം പഠിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഈ ഉമ്മയായിട്ട് ജനിക്കണം. മുഴുവൻ നോവെന്ന് വെച്ച് എനിക്ക് നിങ്ങളെ പോറ്റണം. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. എന്റെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി തന്നു എനിക്ക് ആ കടം വീട്ടണം. ആശുപത്രി വരാത്തതില് ആ മനുഷ്യൻ അവസാനം പറഞ്ഞത് ഹൈറൂന്നാണ്. അതും പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നില്ല. അതിനു മുന്നേ അങ്ങ് പോയി. അതും എന്തായാലും നിനക്ക് വേണ്ടി തന്നെ. മഞ്ഞപ്പറമ്പിലെ വീടും ആ മനുഷ്യന്റെ ചോരയും അവിടെ ഉള്ളിടത്തോളം കാലം നീ തനിച്ചല്ല.